ഈ നാച്ചുറൽ ഗ്രാസ് ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കാൻ പ്ലാൻ ഇട്ടിട്ട് അത് ഒഴിവാക്കിയ ഒരാളാണ്. വേറൊന്നുമല്ല ഇത് ഇങ്ങനെ ഈ പ്ലെയിൻ ആയിട്ട് ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനൊരു ഭംഗി തോന്നി. മഴയൊക്കെ പെയ്ത് കിടക്കുന്നത് ഒരു രസം തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി. പക്ഷെ എനിക്ക് വെള്ളം ഇറങ്ങാനായിട്ട് അതുപോലെ കിണർ ഏരിയയിലൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് സെയിം പേൾ ഗ്രാസ് തന്നെയായിരുന്നു ഞാൻ അവിടെ ചെയ്തത്. ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പേൾ ഗ്രാസിന്റെ എങ്ങനെയാണ് നമ്മുടെ വർക്ക് വരിക? അതായത് മിക്ക ആൾക്കാരും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും ട്രെൻഡിങ് നമ്പർ 1 എന്ന് പറയാവുന്ന സാധനം പേൾ ഗ്രാസ് തന്നെയാണ്. കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പേൾ ഗ്രാസിന് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ഭയങ്കര കുറവാണ്. പിന്നെ ഇതിൽ കള വരുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര കുറവാണ്, പേൾ ഗ്രാസിനെ അപേക്ഷിച്ച് കുറവാണ്. പിന്നെ ഇത് കട്ട് ചെയ്യേണ്ടി വരുന്നത് വളരെ മറ്റേതിനെ അപേക്ഷിച്ച്, അതായത് മെക്സിക്കൻ ഗ്രാസിനെ അപേക്ഷിച്ച് ഇരട്ടി കോസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള. അതെ. അപ്പൊ അതിന് കോസ്റ്റ് കൂടുതലാണ്, പെട്ടെന്ന് അതിന്റെ ഗ്രോ ഉണ്ടാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് കട്ടിങ് എല്ലാം വളരെ ഈസിയാണ്. ഒരു 6 മാസത്തിൽ 2 പ്രാവശ്യം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കിടന്നോളും. കള വരുന്നത് കുറവ് തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളിപ്പോ ചെയ്തു കൊടുക്കുന്നുണ്ട് ഫുൾ ത്രോട്ട് ആയിട്ട്? ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്.